നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഡീപ്ലി ഇൻവോൾവ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. അവർ മാനസികമായിട്ട് നിങ്ങളോട് അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇമോഷണൽ ഫീലിംഗ്സ് നിങ്ങളോട് ഭയങ്കരമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി അവർ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ആ ഒരു ഇമോഷൻസ് അവരങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അവരുടെ മനസ്സിൽ തന്നെ അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലർക്ക് പറയുന്നുണ്ടായിരിക്കാം കേട്ടോ. പക്ഷെ മെജോറിറ്റി ഇത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്തൊരു ടൈപ്പ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ ഫീലിംഗ്സ് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കൺട്രോൾ ചെയ്ത് അവരെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഭയങ്കര ഇമോഷണലി ആണ് ഈ പേഴ്സൺ നിങ്ങളോട് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത് ഷുവർ ആണ്. കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഇമോഷണൽ കണക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റിലേഷൻ ആണ് ഇത് എന്നാണ് കാണിക്കുന്നത്. ഒരു ഫിസിക്കൽ അട്രാക്ഷന് പുറത്ത് ഇമോഷണൽ ബോണ്ടിങ് ആണ് ഈ പേഴ്സണെ നിങ്ങളിൽ പിടിച്ചു നിർത്തുന്നത്. ഈ റിലേഷനിൽ പിടിച്ചു നിർത്തുന്നത് ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് എന്നാണ് കാണിക്കുന്നത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അവരുടെ ലൈഫിൽ അവർ കുറച്ച് കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടാവാം. അതായത് അത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഒരു പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഈ റിലേഷനിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ചിലർക്കാണെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ചില ഇഷ്യൂസ് നേരിടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതൊക്കെ അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ മുന്നോട്ട് അവർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവരുടെ ലൈഫ് പാത്തിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഫൈവ് ഓഫ് വാൻസ് എനർജിയാണ്. അവരുടെ ലൈഫിൽ വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ടുള്ള ചെയ്ത പ്രശ്നങ്ങളായിരിക്കാം. അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവിടെ വഴക്കുകളും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ മാനസികമായിട്ട് ഓക്കെ അല്ലാതെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ അത്രയും സ്ട്രഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ ലൈഫിലുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് പഴയ പോലെ ഇൻവോൾവ്ഡ് ആവാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. പഴയ പോലെ ഇൻവോൾവ്ഡ് ആവാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്ന് കരുതി അവർ ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ റിലേഷൻ വിട്ടുപോകാനുള്ള ടെൻഡൻസിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. 10 ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നത്. ചിലർക്ക് ഈ ഒരു പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കരിയറിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ അവരെ ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആവാൻ പറ്റാത്ത രീതിയിൽ ഒരു മാനസിക സമ്മർദ്ദം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി എന്ന് നമുക്ക് പറയാം. അതായത് അവരുടെ ലൈഫിൽ ഒരു ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഇഷ്യൂസ് ആണ് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഈ റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഈ റിലേഷനിൽ ഇങ്ങനെ അവർ ബിഹേവ് ചെയ്യുന്നതിന്റെ റീസൺ എന്നാണ്. കാരണം ഇതുവരെ അവർ അത്രയും ബോണ്ടിങ്ങിൽ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പേഴ്സൺ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആണ്. അതാണ് ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെയാണ്. പക്ഷെ അതൊരു പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് അല്ല,
അവരുടെ ലൈഫ് സിറ്റുവേഷനും അവരുടെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരുന്നതും നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പെയിൻ അനുഭവിക്കുന്നതും അവരുടെ ലൈഫിൽ തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ 8 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻ വിട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതും അതുകൊണ്ടാണ്. ഇനി എന്റെ ആവശ്യം ഈ ഒരു റിലേഷനിലില്ല, കാരണം അവരുടെ ഒരു പാർട്ട്ണറെ കണ്ടെത്തി, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്നേക്കാൾ മികച്ചതായിട്ട് ഒരു പേഴ്സണെ അവര് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻ വിട്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അത്രയും മാനസികമായി തകർന്ന് വേണ്ടെന്ന് വെച്ച് പോകുന്ന ഒരു ടെൻഡൻസിയിലോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് ഇവിടെ അതല്ല റീസൺ എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ഇങ്ങനെ ഇവര് എന്താണ് ശരിയായ റീസൺ എന്ന് മനസ്സിലാക്കാതെയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 4 ഓഫ് സോഴ്സ് എനർജി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ട്, അതായത് അവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ വന്നിട്ടുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ അവരോടാണെങ്കിലും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടായിരിക്കാം അല്ലെ നിങ്ങൾ ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആവാത്തത്, ഇതായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷനിലോട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ പോയത് എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് ചോദിക്കുന്നില്ല, അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ച് ആ ഒരു പെയിൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇനി ഇവിടെ ആവശ്യമില്ലാത്തൊരു പേഴ്സൺ ആണ് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം അവിടെ തന്നെ ഉണ്ട് താനും. കണ്ടോ, നിങ്ങളിത് വേണ്ടെന്ന് വെക്കുന്നിടത്തോളം പക്ഷെ ഈ ഒരു സ്നേഹം അവിടെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനും ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ അവിടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്നുള്ള നിങ്ങളുടെ തന്നെ ഒരു ചിന്ത അവിടെ ഉണ്ട്, ഒരു നെഗറ്റീവ് തോട്ട് അവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് പെന്റിക്കിൾസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇടും എന്നാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷനിലോട്ട് തിരികെ വരികയും ഈ റിലേഷൻ പഴയതുപോലെ തന്നെ ആ ഒരു പഴയ ബോണ്ടിങ്ങിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴീ കാണിക്കുന്ന അകൽച്ച അവരുടെ സിറ്റുവേഷൻ കാരണമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളത് മനസ്സിലാക്കാതെ ഈ റിലേഷൻ വിട്ടുപോവുക, എന്നെ വേണ്ട എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കുക, അങ്ങനെ ഒരു കാര്യത്തിലോട്ട് പോവാതെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിലോട്ട് എഫേർട്ട് ഇടുകയും ഈ റിലേഷൻ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ തിരികെ വരികയും ചെയ്യുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ എന്നെ ആർക്കും വേണ്ട, ഇനി ഞാൻ തന്നെ എന്നെ സ്നേഹിക്കാനുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങളെ സ്നേഹിക്കാൻ ആരെങ്കിലും വരുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തോന്നുള്ളൂ. അപ്പോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ആരംഭിക്കുക. അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങേണ്ട കാര്യമല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെയാണ് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത്. ഓക്കെ, സബോട്ടേജ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ ഒരു സ്ട്രെസ് അവർക്ക് സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഈ റിലേഷനിലോട്ടും അവർക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തത്. അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ടെൻഷനും സ്ട്രെസ്സും അവരിപ്പോ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അൺവർത്തി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല ഈ റിലേഷനിൽ. നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ വാല്യൂ കൊടുക്കാതെ നിങ്ങൾ അവിടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളല്ല, ഞാൻ ഇനി ഈ റിലേഷൻ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഗിൽറ്റി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട്. അവർ വിഷമിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്, വിഷമുണ്ട്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു, എന്നാൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വരുന്നു. അതിന്റെ ഒരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് കാണിക്കുന്നത്. ഒരു ശരിയായ ഒരു ടൈം അല്ല ഇത്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിയായ ഒരു ടൈം അല്ല. നിങ്ങൾ ഈ റിലേഷൻ കിറ്റ് ചെയ്ത് പോവേണ്ട സിറ്റുവേഷൻ അല്ല. നിങ്ങൾ ഇത് മടുത്ത് എനിക്ക് ഈ റിലേഷൻ വേണ്ട എന്ന് വെച്ച് പോവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഇത്. നിങ്ങൾ പേഴ്സന്റെ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ വിട്ടു പോകേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. റിക്കവറി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും. ആ ഒരു പഴയ ബോണ്ടിങ്ങും ആ ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു റിലേഷനും നിങ്ങളിലേക്ക് തിരിച്ചു വരും. പഴയ ആ ഒരു കണക്ഷൻ, അതായത് പഴയ ബോണ്ടിങ്, സ്നേഹം, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കാൻ വേണ്ടി തയ്യാറാവുക. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഹെൽപ്പ് കിട്ടും. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഈ റിലേഷനിൽ ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉള്ള റിലേഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാനുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടേക്ക് ആക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണം. ആ രീതിയിൽ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ റിലേഷനിലോട്ട് വേണം എന്നാണ് കാണിക്കുന്നത്. അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നവംബർ 1989, ചിത്തിര, പൂരാടം 1992, അനീഴം, ലെറ്റർ എച്ച്, രേവതി, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ എഫ്, പൂയം 1995, 1988, 1985, പൂരുട്ടാതി, രോഹിണി, തിരുവോണം, ലെറ്റർ ഒ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.